ഹലോ, സലാല ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസത്തേക്ക് എല്ലാവർക്കും വെൽക്കം. ഞാൻ ഉറക്കണിറ്റപ്പോഴും സ്റ്റിൽ ബസ്സിലായിരുന്നു. ഇത് സലാല നമ്മൾ എൻട്രി ചെയ്ത് കുറേ കഴിയുമ്പോഴൊരു വ്യൂ ആണ്. ആക്ച്വലി നമ്മൾ ഈ മോൺസൂൺ സീസണിലൊക്കെ പോവുകയാണെങ്കിൽ നല്ല പച്ചപ്പ് ഹരിതാപമായിട്ട് അതേ കാണുന്നത് ഗ്രീനറിയൊക്കെ ആയിരിക്കും അവിടെയും ആ മലമുകളിലൊക്കെ. പക്ഷെ നമ്മൾ കുറച്ച് ഓഫ് സീസണിലാണ് പോയത്. പിന്നെ നമ്മളൊരു 11 മണിയൊക്കെ ആയപ്പോഴത്തേന് നമ്മുടെ റിസോർട്ടിലെത്തി. അടിപൊളി സ്റ്റേ ആയിരുന്നു. ലൈക്ക് നമുക്ക് പറയാണ്ടിരിക്കാൻ വയ്യ. അടിപൊളി സ്റ്റേ ആയിരുന്നു. എല്ലാ ഫെസിലിറ്റീസും റൂമാവട്ടെ ഫുഡാവട്ടെ എല്ലാം എക്സ്ട്രീം ലെവലായിരുന്നു. എക്സ്ട്രീംലി സാറ്റിസ്ഫൈഡ് നമ്മൾ റൂമിനുള്ളിൽ കയറി. അത് ഒരു 3 ബെഡ്റൂം റൂമായിരുന്നു. അതിൽ 2 ക്ലോസ്ഡ് ആയിരുന്നു, ഒരെണ്ണം ഞങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ഉണ്ടായിരുന്നു. കിച്ചണുണ്ട്, ഡൈനിങ് ടേബിളുണ്ട്, 2 വാഷ്റൂം, അറ്റാച്ച്ഡ് വാഷ്റൂമും ഉണ്ട്, പിന്നെ പുറത്തൊരു വാഷ്റൂമുണ്ട്. പിന്നെ നല്ല വിശാലമായൊരു ബെഡ്റൂമും TV, ഫ്രിഡ്ജ്, ഓവണ് എല്ലാം ഉണ്ട്. നമുക്കിവിടെ വേണമെങ്കിൽ സ്ഥിരമായിട്ട് താമസമാക്കാം, അങ്ങനത്തെ ഒരു സ്ഥലമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളൊരു 1 മണിയൊക്കെ ആയപ്പോഴത്തേന് നമുക്ക് സെക്കൻഡ് ഡേയുടെ ഒരു 2-3 സൈറ്റ് വിസിറ്റിംഗ് ഉണ്ടായിരുന്നു. അതിന് നമ്മളിറങ്ങി ഒരു ലഞ്ചൊക്കെ കഴിച്ചിട്ട് ലഞ്ച് ബൊഫേ ആയിരുന്നു. അതും നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. പിന്നെ ഓൺ ദ വേ ടു സൈറ്റ് അടിപൊളി ഡാൻസൊക്കെ ആയിരുന്നു വണ്ടിയിൽ, എൻ്റർടൈൻമെൻറ്റ്. നമ്മുടെ സെക്കൻഡ് ഡേയുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ അൽ മർനീഫ് കേവ് ഓർ മുക്സേൽ ബീച്ച്. ഇപ്പോൾ പോകുന്നൊരു കേവിലോട്ടാണ്. അവിടുന്ന് നമുക്ക് താഴോട്ട് ഇറങ്ങി കഴിയുമ്പം അവിടെ ഒരു സംഭവമുണ്ട്. അതായത് ഈ കടലിലെ വെള്ളം പ്രഷറിൽ വന്നിങ്ങനെ അടിയിലോട്ട് വരുമ്പോഴേ നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷേ അതിനൊരു സൗണ്ട് കേൾക്കും നമുക്ക്. അത് കുറച്ച് നല്ല ഒച്ചയ്ക്കുള്ള സൗണ്ടാണ്. ഹസ്ബൻഡ് പോയിരുന്നപ്പം വെള്ളം കൂടെ വന്നു. അപ്പോൾ വെള്ളം അങ്ങനെ വന്നിട്ടില്ലായിരുന്നു, പക്ഷേ പുള്ളി പോയിരുന്നപ്പോൾ വെള്ളം കൂടെ ചീറ്റ് ചെയ്യുക അതിൻ്റെ അടിയിൽ നിന്ന്. പിന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു വ്യൂ ആണ് ഇവിടുന്ന്, ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കടലൊക്കെ ആയിട്ട്. പിന്നെ നമ്മളിത് കേവിൻ്റെ മുമ്പിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. പോകുമ്പോൾ അത്യാവശ്യം നമുക്കൊരു എന്താ പറയുക, ഒരു മനസ്സിനൊരു കുളിർമ തരും. പിന്നെ നമുക്ക് കുറച്ചുകൂടി താഴോട്ട് ഇറങ്ങി നടക്കുകയാണെങ്കിൽ നമുക്ക് ബീച്ചിൽ പോവാം, അവിടെ അത്യാവശ്യം ടൈം സ്പെൻഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അൽഗാർഫ് എന്ന് പറയുന്നൊരു ഫാമിലാണ് പോയത്. അത് നമുക്ക് ആക്ച്വലി ഒരു നാട്ടിൻപുറത്തെ, നമുക്ക് സലാല മുഴുവൻ ഒരു നാട്ടിൻപുറത്തിൻ്റെ ഒരു ഫീലൊക്കെ തരും. ഇവിടെ പ്രത്യേകിച്ച് നമുക്ക് എല്ലാ രീതിയിലുള്ള, നമ്മൾ നൈറ്റാണ് പോകണം, എന്നാൽ പോലും നമുക്ക് എല്ലാ രീതിയിലുള്ളൊരു എന്താ പറയുക, പ്രത്യേകിച്ച് മരങ്ങളൊക്കെ, അതായത് വാഴ, തെങ്ങ്, പിന്നെ കപ്പ, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. നമുക്ക് പൊതുവേ UAE-ലൊന്നും കാണാൻ കിട്ടാത്ത കൊടുത്ത് ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് പ്ലാന്റ്സും അതിൻ്റെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഫാം. അവിടെ പോയി കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. നമുക്ക് അവിടെ നിന്ന് പുറത്തിറങ്ങി റോട്ടിൽ കൂടെ ഒക്കെ നടക്കുമ്പോഴേ നമുക്കൊരു നാട്ടിൽ വൈകുന്നേരങ്ങളിൽ ഇരിക്കുന്ന ഒരു ഫീലാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഇനി നാളത്തെ വിശേഷങ്ങളും ട്രിപ്പുമായിട്ട് വരാം. സ്റ്റേ ട്യൂൺഡ്.